Hi friends, back to our YouTube channel. It's me Faizi. It's me Haifa. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ എന്താണ് നമ്മുടെ എക്സ്പെക്റ്റേഷൻസ്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഇവിടെ വന്നിട്ട് കാര്യങ്ങൾ നടന്നത്, അങ്ങനത്തെയൊക്കെയാണ്. അപ്പോൾ ആദ്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇങ്ങോട്ട് വരാനുള്ള തീരുമാനം എന്തായിരുന്നു എന്നാണ്. ഞാൻ എല്ലാ മിഡിൽ ക്ലാസ് ഫാമിലിയിലത്തെ ആൾക്കാരിനെ പോലെ തന്നെ ഞാനും ഇങ്ങനെ ആലോചിച്ചു. നമ്മളിപ്പോൾ എല്ലാവരും നാട്ടിൽ നിന്ന് ഇങ്ങനെ പഠിക്കുന്നു, കുറേ പേര് അബ്രോഡ് പോകുന്നു, അങ്ങനെ പോകുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഫാമിലിത്തെ എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇപ്പം ആയിക്കോട്ടെ, അതുപോലെ തന്നെ കസിൻസ് ആയിക്കോട്ടെ, എല്ലാവരും ഗൾഫ് കൺട്രീസാണ് ആദ്യം ചൂസ് ചെയ്തത്. പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ അബ്രോഡ് പോകുന്നു. അപ്പോൾ അവർ മാക്സിമം പോയത് മിഡിൽ ഈസ്റ്റിലോട്ടാണ്. അപ്പോൾ അവിടുന്ന് ഒരു മാറ്റം വരട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇങ്ങോട്ട് UK ചൂസ് ചെയ്ത്. UK സ്പെസിഫിക്കലി ചൂസ് ചെയ്തതല്ല, എങ്ങനെയെങ്കിലും ഒരു യൂറോപ്യൻ രാജ്യങ്ങളിൽ എവിടേക്കെങ്കിലും പോകണം എന്നുള്ളൊരു രീതിയിൽ അങ്ങനെ വന്നതാണ്. അപ്പോൾ അതിൽ എൻ്റെ ഒരു കൺസൾട്ടൻ്റ് എന്നുള്ളത് എൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു, എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടായിരുന്നു അവൻ. അപ്പോൾ ഞാൻ അവനോട് ഇങ്ങനെ കാര്യങ്ങൾ സംസാരിച്ചു. എനിക്കിങ്ങനെ ഒരു ഇതുണ്ട്, ഹയർ സ്റ്റഡീസിന് പോയാൽ കൊള്ളാമെന്നുണ്ട്, അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളെന്നൊക്കെ അവനോട് ചോദിച്ചു. അപ്പോൾ അവനാണ് എനിക്കിങ്ങനെ സജസ്റ്റ് ചെയ്ത് തന്നത്, ഇത് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി ആയതുകൊണ്ട് നമുക്ക് ട്രൈ ചെയ്യാം. +2 70% അപ്പോൾ ഇംഗ്ലീഷിൽ മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ IELTS ആവശ്യമില്ല, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ അന്ന് ഓക്കെ പ്രൊസീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് UK സെലക്ട് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ തൊട്ട് മുന്നായിട്ട് ഞങ്ങൾ ശരിക്കും 4-5 ഫ്രണ്ട്സാണ് മെയിനായിട്ട് ഇങ്ങോട്ട് വരാൻ പ്ലാൻ ചെയ്തത്. ഞങ്ങൾ BTech ഒരു നാട്ടിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്. അപ്പോൾ ആ ഒരു ടൈമിൽ ഇങ്ങനെ ഞങ്ങൾ 4-5 ഫ്രണ്ട്സ് ഇതിനെക്കുറിച്ച് ഇങ്ങനെ പ്ലാൻ ചെയ്തു, അതായത് നമുക്കിങ്ങനെ ഹയർ സ്റ്റഡീസിന് പോയാലോ എന്നുള്ളത്. അവസാനം ഫൈനൽ സ്റ്റേജ് ആയപ്പോൾ ഞങ്ങളത് 2 പേരായി മാറി, ഞാനും പിന്നെ അനസ് കൊണ്ടിരുന്ന ഒരു ഫ്രണ്ടും. അപ്പോൾ ഞങ്ങൾ 2 പേരുമാണ് അങ്ങനെ ബാക്കി പ്രൊസീഡിങ്സ് ചെയ്തത്. അപ്പോൾ അതിൽ ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളെല്ലാം വെച്ച്, അപ്പോൾ ഞാൻ പറഞ്ഞ ഏജൻറ് ഉണ്ടല്ലോ, അവൻ ത്രൂ നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു. ഇവിടെ ഒരു 5-6 യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അപ്ലൈ ചെയ്തു ആ ടൈമിൽ. ഇതൊക്കെ ബാക്ക് ഇൻ 2021 ആ ഒരു ടൈമിലാണ് ചെയ്തത്. കാരണം നമ്മൾ പാസ് ഔട്ടായ ആ 1 ഇയർ ഗ്യാപ്പിലാണ് ഇതൊക്കെ ചെയ്യണത്. അങ്ങനെ ചെയ്ത് നോക്കിയ സമയത്ത് എനിക്കും മനസ്സിനും ഒരുപോലെ ഈ ഒരു യൂണിവേഴ്സിറ്റിയെ കിട്ടി. അതായത് ഞാൻ പഠിച്ചു കഴിഞ്ഞതൊക്കെ യൂണിവേഴ്സിറ്റി ഓഫ് നോർത്താംപ്ടൺ പറഞ്ഞൊരു ഇതിലാണ്. അപ്പോൾ ഞാൻ ഇപ്പം നിലവിലുള്ള ഇവിടെ നോർത്താംപ്ടൺ പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഇങ്ങനെ വന്ന സമയത്ത് ഞങ്ങൾക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, യൂണിവേഴ്സിറ്റി നോർത്താംപ്ടൻ്റെ ഒരാളുടെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അയാളൊരു ഇന്ത്യൻ തന്നെ ആയിരുന്നു, ബട്ട് ആൾ നമ്മുടെ ഇംഗ്ലീഷും നമ്മുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചത്. അപ്പോൾ നമ്മൾ സംസാരിച്ച് ഓക്കെ ആയപ്പോൾ ആൾ പറഞ്ഞു ഇൻ്റർവ്യൂ മറ്റേ IELTS ആവശ്യമില്ല, നെക്സ്റ്റ് പ്രൊസീഡ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ ആദ്യം ഞങ്ങൾ പ്ലാൻ ചെയ്ത് 2022 ജനുവരിയിൽ വരാനായിരുന്നു. ജനുവരിക്ക് വേണ്ടിയുള്ള എല്ലാ പേപ്പർ വർക്കുകളും കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഫീസ് അടയ്ക്കണമല്ലോ. അപ്പോൾ മിനിമം UK വരണമെന്നുണ്ടെങ്കിൽ മിനിമം 5,000 pounds അടയ്ക്കേണ്ടത്. അപ്പം ഞാനും ഇപ്പോൾ അവനാണെങ്കിലും എന്താണ് പഠിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ഇങ്ങോട്ട് വരണം. അപ്പോൾ നമ്മുടെ കയ്യിൽ സേവിങ്സോ കാര്യങ്ങളൊന്നുമില്ല. ഫാമിലി മിഡിൽ ക്ലാസ് ആയതുകൊണ്ടും നമുക്ക് പെട്ടെന്ന് ഇത്ര എമൗണ്ട് ചോദിക്കുമ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും. കാരണം എല്ലാവർക്കും അറിയാം, നമ്മളൊരു പ്രൈവറ്റ് കോളേജ് BTech പഠിക്കുമ്പോൾ തന്നെ പാരൻസിനോട് ഫീസ് വാങ്ങി അത് അടച്ച് പഠിച്ച് വീണ്ടും നമ്മൾ എമൗണ്ട് വാങ്ങുമ്പോൾ വീട്ടുകാർക്കും ബുദ്ധിമുട്ട് തന്നെയല്ലേ. അപ്പോൾ അങ്ങനെ ഇത് ഫണ്ടിങ്ങിൻ്റെ സോഴ്സ് ചോദിച്ചപ്പോൾ ആ ഏജൻറ്റ് എന്നോട് പറഞ്ഞു ബാങ്ക് ത്രൂ നമുക്ക് എഡ്യൂക്കേഷൻ ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഗ്ലോബൽ എഡ്യൂക്കേഷൻ ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ ബാങ്കിലായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ബാങ്കിൽ പോയ സമയത്ത് നമുക്ക് അന്ന് SBI ആണ് കുറച്ച് റീസണബിളായി തോന്നിയത്. അപ്പോൾ SBIയിൽ പോയപ്പോൾ കുറേ ഡോക്യുമെൻറ്റ്സ് ചോദിച്ചു അവർ, കുറേ അതിൻ്റെ പിന്നാലെ നടക്കേണ്ടി വന്നു. അതായത് പേപ്പർ വർക്കുകൾ കുറേ ചെയ്യാണ്ടായിരുന്നു, വക്കീലിൻ്റെ അറ്റസ്റ്റേഷൻസ് കാര്യങ്ങൾ, അങ്ങനെ കുറേ വർക്കുകൾ ചെയ്യാണ്ടായിരുന്നു. അതെല്ലാം ചെയ്ത് ഒക്കെ പ്രൊസീഡ് ആയപ്പോൾ ഫണ്ടിങ് കിട്ടാൻ ടൈം ഡിലേ ആയി. അത് ബാങ്കിൻ്റെ ബാക്കപ്പ് ടീമിൻ്റെ സാങ്ഷൻ ഡേറ്റ്സ് അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ഡിലേ ആയപ്പോൾ ഞങ്ങൾക്ക് ജനുവരി ഇൻടേക്ക് എന്നുള്ളത് ഡിഫർ ചെയ്യേണ്ടി വന്നു. അപ്പോൾ അടുത്ത ഇൻടേക്ക് എന്നുള്ളത് പിന്നെ സെപ്റ്റംബർ ആയിരുന്നു. അങ്ങനെ ഡിഫർ ചെയ്ത് സെപ്റ്റംബർ ഇൻടേക്കിലോട്ട് മാറ്റി. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ലോണ്, ഞങ്ങൾ 2 പേരുടെയും ലോൺ തന്നെയായിരുന്നു. അങ്ങനെ ഏകദേശം ജൂൺ ജൂലൈയിലൊക്കെ ആയിട്ട് ലോൺ അപ്രൂവായി ഞങ്ങൾ എമൗണ്ട് എല്ലാം പേ ചെയ്തു, സെറ്റിൽമെൻറ്റ് ചെയ്തു. ഞങ്ങൾക്ക് ലോൺ ആയതുകൊണ്ട് ബാങ്കുകാർ എന്ത് കിട്ടി, ടോട്ടൽ ഫീസ് മൊത്തം അവിടുന്ന് അവർ അടച്ചു. എന്നിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അങ്ങനെ ഞങ്ങൾ 2022 സെപ്റ്റംബർ 20
19 അവിടുന്ന് ഫ്ലൈറ്റ് കയറി. എത്തിഹാദിലാണ് അന്ന് വന്നത്. നേരെ ഇവിടേക്ക് വന്നു. ഞങ്ങൾ വരുന്ന സമയത്ത് ഞങ്ങൾക്കൊന്നും അറിയില്ല. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അതായത് ഞാൻ വിസിറ്റിങ്ങിന് ഒരു പ്രാവശ്യം ദുബായിൽ പോയിട്ടുണ്ടായിരുന്നു. എങ്കിൽ കൂടി നമ്മൾ പെർമനൻ്റ് ആയിട്ട് ഇങ്ങനെ മാറുന്ന ഒരു മാറ്റം ഉണ്ടല്ലോ, ആ ഒരു ഇതിലേക്ക് നമ്മൾ ആദ്യമായിട്ടാണ് അഡാപ്റ്റേഷൻസ് പറയില്ല. അപ്പോൾ ഇങ്ങനെ UK എത്തി. എത്തുന്നതിന് മുന്നേ വേറെയും കുറച്ച് ഇതുണ്ടായിരുന്നു. നമ്മൾക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആരുടെയും കോണ്ടാക്റ്റ് ഇല്ല, നമുക്ക് പരിചയമുള്ള ഒരാളും ഇല്ല, ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ഫാമിലി മെമ്പറായ ഒരാൾ ഒരു കോണ്ടാക്റ്റ് തന്നു. അങ്ങനെ ഒരാളിനെ കോണ്ടാക്ട് ചെയ്തു. അവനാണ് നമ്മളെ പിക്കപ്പ് ചെയ്യാൻ എയർപോർട്ടിൽ വന്ന്. അങ്ങനെ എയർപോർട്ടിൽ പിക്കപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ റൂമോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾ എടുത്തിട്ടില്ല. ജസ്റ്റ് നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് ആ ഒരു ഇതിൽ എങ്ങനെയും ഇങ്ങോട്ട് കയറി വന്നതാണ്. ഇവിടെ വന്ന് ഫസ്റ്റത്തെ 1 വീക്ക് എന്നുള്ളത് നമുക്ക് എന്താ പറയുക, റൂമോ കാര്യങ്ങളോ ഒന്നുമില്ല. അവർ നേരെ അവരുടെ വീട്ടിൽ കൊണ്ടുപോയി ചെറുതായി ഇങ്ങനെ നമുക്ക് സ്നാക്സൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരുന്ന് അവർ നമ്മളെ റൂം നോക്കാൻ സഹായിച്ച് അങ്ങനെ നമുക്കൊരു 10 ദിവസത്തിന് ഒരു വീട് കിട്ടി. വീട് കിട്ടുക മീൻസ് അവിടെ വേറൊരു ഫാമിലി വരാനിരിക്കുന്നുണ്ടായിരുന്നു October 1. അപ്പോൾ അവർ നമ്മളോട് പറഞ്ഞു മലയാളി ഫാമിലീസിൻ്റെ വീടുകൾ തന്നെ ഒരു 10 ദിവസത്തിന് നിന്നോ പറഞ്ഞു. അങ്ങനെ നമ്മളവിടെ 10 ദിവസം അവിടെ നിന്നു. ആ 10 ദിവസത്തിൽ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ BRP കാർഡാണ്. ആ സമയത്ത് BRP കാർഡ് വേണം. ആ കാർഡ് നമ്മൾ കളക്ട് ചെയ്യാൻ പോയി, പോസ്റ്റ് ഓഫീസിൽ പോയി അതെല്ലാം കളക്ട് ചെയ്ത് നമ്മുടെ കാര്യങ്ങളെല്ലാം റെഡിയാക്കി യൂണിവേഴ്സിറ്റീസിൽ പോയി ഇവിടെ നമ്മളിവിടെ എൻറോൾ ചെയ്യണം. എൻറോൾമെൻറ്റും കാര്യങ്ങളും ചെയ്ത് നമ്മുടെ ID കാർഡെല്ലാം കിട്ടും. ID കാർഡെല്ലാം വാങ്ങിയിട്ട് വീണ്ടും നമ്മൾ റൂം സെർച്ചാണ് എടുത്തത്. കാരണം ഇവിടെ UK പറഞ്ഞു കഴിഞ്ഞാൽ റൂമുകൾ കിട്ടുക പറഞ്ഞാൽ ഭയങ്കര പാടാണ്. ഈ സ്റ്റുഡൻറ്റ് ടൈമിൽ ക്ലാസ്സിന് പോകും. ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ MBA ആണ് കോഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ എൻ്റെ എൻറോൾമെൻറ്റും കാര്യങ്ങളെല്ലാം MBA ആയിരുന്നു. അപ്പോൾ ഞാൻ എൻറോൾ ചെയ്യുന്ന സമയത്ത് ഞാൻ കോഴ്സൊന്നും ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ MBA എന്ന് മാറി ഞാൻ MSc പ്രൊജക്ട് മാനേജ്മെൻ്റ് ആക്കി. അത് ആക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഫീൽഡ് ബാക്ക്ഗ്രൗണ്ടിലാണ് വന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ MBAനെക്കാട്ടിയും കുറച്ചും കൂടി നമുക്ക് അത്ര കോറല്ലെങ്കിലും കുറച്ചുകൂടി ഇതിൻ്റെ എന്താ പറയുക, പഠിച്ച കോഴ്സിൻ്റെ സംബന്ധമായ കുറച്ചാണല്ലോ പ്രൊജക്ട് മാനേജ്മെൻറ്റ് കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെ. അപ്പോൾ ആ ഒരു കൺസിഡറേഷൻസും പിന്നെ ക്ലാസ്സസ് കുറച്ച് കുറവാണ്, കുറച്ചും കൂടി എളുപ്പമാണ്, അങ്ങനത്തെ ഒരു ഇതിൽ ഞാൻ ഇങ്ങോട്ട് മാറി, പ്രൊജക്ട് മാനേജ്മെൻറ്റിലോട്ട് മാറി. അപ്പോൾ പ്രൊജക്ട് മാനേജ്മെൻറ്റിൻ്റെ ക്ലാസ്സസ് പറഞ്ഞാൽ നമുക്ക് ഒരു ആഴ്ചയിൽ എനിക്ക് ഒരു ദിവസം ഉണ്ടായിരുന്നുള്ളൂ. ഫസ്റ്റത്തെ 2 സെമസ്റ്ററൊക്കെ ഒരു ദിവസം തന്നെ ഉണ്ടായിരുന്നുള്ളൂ ക്ലാസ്സൊക്കെ. പിന്നത്തെ ലാസ്റ്റ് ഒരു സെമസ്റ്ററിൽ 2 ദിവസം ഉണ്ടായിരുന്നു ക്ലാസ്. അപ്പോൾ ഇങ്ങനെ സ്റ്റഡീസിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ പോകണ്ടായിരുന്നു. നമുക്ക് മെയിനായിട്ട് വരുന്നത് അസൈൻമെൻറ്റ്സും കാര്യങ്ങൾ തന്നെയാണ് വെക്കാനുള്ളത്. പിന്നെ ഫൈനൽ പ്രൊജക്ട്സും കാര്യങ്ങളും. വേറെ അങ്ങനെ ഒന്നും എക്സാംസോ കാര്യങ്ങളൊന്നും വരില്ല. ഇതിലിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്റ്റാർട്ടിങ് ടൈം ഉണ്ടല്ലോ, നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഭയങ്കര എക്സ്പെക്റ്റേഷൻസാണ് ഉണ്ടായിരുന്നത്. എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ നാട്ടിൽ നിന്ന് ഇതുപോലെ തന്നെ കുറേ യൂട്യൂബ്സും കാര്യങ്ങളും അതായത് ചാനൽസും അതുപോലെ തന്നെ ഇൻസ്റ്റയിലുള്ള വീഡിയോസും കാര്യങ്ങളും ഇങ്ങനെ കുറേ കണ്ടിട്ടാണ് നമ്മൾ മെയിനായിട്ട് UK ചൂസ് ചെയ്തത്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ നമ്മൾ വരുന്നൊരു കൺട്രിക്ക് വരുമ്പോൾ ഒന്നാമത് നമുക്ക് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലൊക്കെ പോകുമ്പോൾ ആരെങ്കിലൊക്കെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും. ആരെങ്കിലൊക്കെ ഒരു ഫാമിലി ഫ്രണ്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സോ ആരെങ്കിലൊക്കെ ആയിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ മലയാളീസ് ഉണ്ടെങ്കിൽ കൂടി നമുക്ക് ആരും പരസ്പരം അറിയില്ല, ഒരു മുൻപരിചയമോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ടാണ് നമ്മളിങ്ങോട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. കാരണം എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നമ്മളിങ്ങനെ കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ നമുക്കായിട്ട് ഇങ്ങനെ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഞാൻ വരുന്ന സമയത്ത് ഒരു പൗണ്ടിന് ഏകദേശം 90 രൂപയായിരുന്നു, 90 അങ്ങനെ എന്തോ ആയിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു പൗണ്ടിന് 120-121 രൂപ ആയിട്ടുണ്ട്. അപ്പോൾ അത്രയും ഒരു മാറ്റം വന്നിട്ടുണ്ട് പൗണ്ടിന്. അപ്പോൾ ഞാൻ വരുന്ന സമയത്ത് എനിക്ക് ഫീസ് സ്ട്രക്ചർ വന്നിരുന്നത് അന്ന് പ്രൊജക്ട് മാനേജ്മെൻറ്റിനെ മാറ്റിയപ്പോൾ എനിക്ക് ഏകദേശം ഒരു 16,000 പൗണ്ടോ അങ്ങനെ എന്തായിരുന്നു ഫീസ്. അപ്പോൾ എനിക്ക് പിന്നെ അവർ മാർക്ക് ബേസിൽ നമുക്ക് സ്കോളർഷിപ്പ് തരും ഇവിടെ. എനിക്ക് യൂണിവേഴ്സിറ്റി സ്കോളർഷിപ്പ് ഏകദേശം 30% കിട്ടി. 30% സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ട്. എനിക്ക് ടോട്ടൽ ഫീസ് പിന്നെ വന്നത് 10,500 പൗണ്ട്സ് ആയിരുന്നു. അതിൽ 10,000 പൗണ്ട്സും നാട്ടിൽ നിന്ന് ഞാൻ അടച്ചിട്ടാണ് വന്നത്. ബാക്കി 500 പൗണ്ട്സാണ് എനിക്ക് ഇവിടുന്ന് അടയ്ക്കേണ്ടി വന്നത്. അപ്പോൾ എനിക്ക് ഫീസിൻ്റെ ആ ഒരു
ഇതൊന്നും എനിക്ക് ബുദ്ധിമുട്ടൊന്നും വന്നില്ല ഇവിടുന്ന്. കാരണം നമുക്കത് ഓൾറെഡി അടച്ചുകൊണ്ട് ആ ഒരു പ്രഷറോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ റൂമിൻ്റെ റെൻ്റാണ്. നമ്മൾ വന്ന സമയത്ത് ഒരു റൂമിന് ഞാനും ഫ്രണ്ടും പാടെ ഏകദേശം 700 പൗണ്ടാണ് ഒരു മാസം കൊടുത്തിരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വരുമ്പോൾ 700 പൗണ്ട് പറഞ്ഞാൽ അന്നത്തെ റേറ്റിന് ഏകദേശം ഒരു 65,000 ആ റേഞ്ചൊക്കെ ഉണ്ടായിരുന്നു എമൗണ്ട്. നമ്മൾ നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത്രയും ഒരു എമൗണ്ട് നമുക്ക് കയ്യിൽ എടുക്കുക എന്നുള്ളത്. കാരണം ഫസ്റ്റ് നമ്മൾ എമൗണ്ട് കൊടുക്കണം, ഡെപ്പോസിറ്റ് കൊടുക്കണം, അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. ഫസ്റ്റ് ഡെപ്പോസിറ്റ് ഈ സെയിം എമൗണ്ട് നമ്മൾ അവർക്ക് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ റെൻറ്റ് കൊടുക്കണം. പിന്നെ മാസം മാസം കറക്റ്റായി റെൻറ്റ് കൊടുക്കണം. പിന്നെ നമുക്ക് ഇവിടെ വരുന്ന എക്സ്പെൻസസ് വേറെ, നമുക്ക് ഫുഡിൻ്റെ കാര്യങ്ങളാണെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യങ്ങളാണെങ്കിലും ഇതിനെല്ലാം നമുക്ക് നല്ലൊരു ചിലവ് വരും. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്റ്റാർട്ടിങ് പീരീഡിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇതിൻ്റെ കാര്യങ്ങൾ. നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എല്ലാം നടന്നു പോകണം, അതിൻ്റെ ഒപ്പം പണിയും കണ്ടുപിടിക്കണം. ഇവിടെ സ്റ്റുഡൻസിന് ജോബ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ മെയിൻ കാര്യം. ഫസ്റ്റത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് ജോബ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. കാരണം ഏതൊരു രാജ്യത്ത് പോകണമെങ്കിലും സ്റ്റുഡൻറ്റിന് ജോബ് ഉണ്ട്, പാർട്ട് ടൈം കിട്ടും, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നമുക്ക് വിസയും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ട് ഇങ്ങോട്ട് വരിക. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വന്നൊരു യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ കണ്ട യൂട്യൂബ് ചാനലുകളും കാര്യങ്ങളും ഒക്കെ അങ്ങനത്തെ ഒരു പ്രൊമോഷൻസ് കണ്ട് നമ്മൾ കാണുന്നത് മൊത്തം അങ്ങനത്തെ ആയിരുന്നു. അങ്ങനത്തെ കണ്ട് ഇങ്ങനെ ഒരു രാജ്യത്ത് വന്നപ്പോൾ ഇവിടെ വന്നപ്പോൾ ജോബ് കിട്ടാനില്ല. ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു ജോബിൻ്റെ ആ ഒരു ഹണ്ടും കാര്യങ്ങളൊക്കെ. അങ്ങനെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് എല്ലാം കൂടെ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല, കാരണം ഭയങ്കര ലോങ് ആവും. ഓരോ വീഡിയോ ഓരോ പാർട്ടായിട്ട് ചെയ്ത് അയക്കാം. കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് അടുത്ത അപ്ഡേഷൻസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെല്ലൈക്കണും കൂടി എല്ലാവരും ക്ലിക്ക് ചെയ്ത് വയ്ക്കുക. ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി വിചാരിക്കണം. ഫ്രണ്ട്സോ ആരെങ്കിലും UK വരാനിരിക്കുന്നവരാണ്, അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് ഫ്യൂച്ചറിൽ വരാൻ, അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് ഷെയർ ചെയ്യുക. ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് കാര്യങ്ങൾ കുറച്ചും കൂടി മനസ്സിലാവും, എങ്ങനെയാണ് ഇവിടുത്തെ ജീവിത ലൈഫ്, എക്സ്പെക്റ്റേഷൻസ്, കാര്യങ്ങൾ. ഒരു സ്റ്റുഡൻ്റ് ആദ്യമായിട്ട് വരുമ്പോൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, കാര്യങ്ങൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് അടുത്ത് തന്നെ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ. Thank you everyone. We'll see you guys later in our new updates. Thank you very much. Bye.